വ്യാഴാഴ്ചയെ തിങ്കളാഴ്ചയും അമലുകൾ കയറിപ്പോകുന്ന ആ അമലുകൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ദിവസമാണത്രേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അമലുകൾ ഉയർത്തപ്പെടുമ്പോ അന്ന് നോമ്പ് സുന്നത്താക്കി ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച അമലുകൾ കയറി പോകുന്നു. ഓരോ ദിവസവും സുബഹിന് ശേഷവും അസറിന് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുകയാണ്. അസറിന് ശേഷം സുബഹിക്ക് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് സുബഹിക്കും ആ മഗ്രിബിന്റെ സമയത്തും അസറിന്റെ സമയത്ത് സുബഹിന്റെ സമയത്തും ഈ രണ്ട് വഖത്ത് നമസ്കാരത്തില് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സുബഹിയും അസറും എന്താ കാര്യം എന്നറിയോ? നമ്മുടെ പള്ളിയില് ഈ സുബഹിക്കും അസറിനും നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ മാലാകന്മാരുടെ സാന്നിധ്യമുണ്ട്. രണ്ട് വഖത്ത്. എന്താ കാര്യം? മഗ്രിബിനും ഇശാക്കും ഒക്കെ ഉണ്ടാവും, പക്ഷെ അസറിനും സുബഹിക്കും വരുന്ന മലക്കുകൾ വേറെ സ്വഭാവക്കാരായ മലക്കുകളാ. രണ്ട് ഷിഫ്റ്റാണ്. ഇന്നിപ്പോ നമ്മളാണല്ലോ 8 മണിക്കൂർ ജോലി. 8 മണിക്കൂർ ജോലി. രാവിലെ 4 മണിക്ക് കയറിയാൽ വൈകുന്നേരം ഉച്ചക്ക് ഇറങ്ങാം അല്ലെ? 8 മണിക്ക് കയറിയാൽ വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങാം. 4 മണിക്ക് കയറിയാൽ പിറ്റേന്ന് രാവിലെ ഇറങ്ങാം. ഷിഫ്റ്റായിട്ട് നമ്മളിപ്പോ ജോലിക്കാരെ നിയമിക്കാറുണ്ട് ഓഫീസുകളിൽ. ആദ്യമായി ഷിഫ്റ്റായിട്ട് ജോലിക്കാരെ നിയമിച്ചത് അള്ളാഹുവാ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. സുബഹി നമസ്കാരത്തില് രാത്രി ഡ്യൂട്ടി ഇട്ട മലക്കുകൾ തിരിച്ച് കയറി പോകുന്ന സമയമാണ്. ഏത്? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്. സുബഹി നിസ്കാരം ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ, ഏത് മലക്കുകൾ? എനിക്ക് തലേ ദിവസം രാത്രി എന്റെ എല്ലാ കൃത്യമായ എന്റെ അമലുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്ക് സുബഹിക്ക് ജമാഅത്തിൽ എന്നോടൊപ്പം കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മലക്ക് രാത്രിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ ഒരൊറ്റ പോക്ക ആകാശത്തിലേക്ക്. അപ്പോ ഇതേ സുബഹി വഖത്തിന് രാവിലത്തെ ഡ്യൂട്ടിയുള്ള മലക്കുകളും പള്ളിയിലെത്തുന്നു. കാരണം അവര് പോയ ഉടനെ ഈ ഡ്യൂട്ടി അവരേറ്റെടുക്കുകയാണ്. ഇനി ഈ രാത്രി ഇപ്പൊ സുബഹി കഴിഞ്ഞ് പോയ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അടുത്ത അസറിന്റെ വഖത്തിനാണ് ഇറങ്ങി വരുന്നത്. അസറിന്റെ വഖത്തിന് വന്ന് കൂടും. അപ്പോ ഈ ഡ്യൂട്ടി ഏറ്റെടുത്ത മലക്കുകള് സുബഹിക്ക് ശേഷം ഏറ്റെടുത്ത മലക്കുകൾ അസർ നിസ്കാരത്തിന് ജമാഅത്തിൽ കൂടിയിട്ട് അവര് കയറി പോകും. അപ്പോ ഈ മലക്കുകൾ രണ്ട് ഷിഫ്റ്റിലുള്ള മലക്കുകളും നമ്മോടൊപ്പം ഹാജരാകുന്ന രണ്ട് വഖത്തുകൾ സുബഹിയും അസറുമാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്ത് വില കൊടുത്തും ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ഈ സമയത്ത് നമസ്കാരം നമ്മൾ മുടക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ കയറി ചെല്ലുമ്പോ അള്ളാഹ് ചോദിക്കും, നീ വന്നപ്പോൾ എന്റെ അടിമ എന്ത് ചെയ്യുന്നു? നിസ്കാരത്തിലായിരുന്നു. ഏത്? സുബഹി. ശരി, നീ ഇന്നലെ ചെന്നപ്പോ അവൻ എന്തായിരുന്നു? നിസ്കാരത്തിലായിരുന്നു. ഏത്? തലേ ദിവസത്തെ അസർ. അതുപോലെ അടുത്ത മലക്കിനോടും ചോദിക്കും. അപ്പൊ ഓരോ ദിവസവും അമലുകൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ആഴ്ചത്തെ മുഴുവനായിട്ടുള്ള അമലുകൾ വ്യാഴാഴ്ച ഉയർത്തപ്പെടും. അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകൾ ഉയർന്നു പോകണം. അതാണ് പരിശുദ്ധ വൃക്ഷത്തിന്റെ ശിഖരങ്ങളെ ഉപമിച്ചിരിക്കുന്നത്. ഇനി പറയുന്നത് എന്താ? തൂത്തി ഉകുലഹ കുല്ലഹീൻ. എപ്പോഴും അതിന്റെ കർഷകന് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ വൃക്ഷം. നമ്മളും അങ്ങനെ ആകണം. എങ്ങനെ? എല്ലാവർക്കും ഗുണം ഉണ്ടാകണം. നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാകണം. ഗുണമില്ലാത്തവൻ മരിച്ചാൽ, ഗുണമില്ലാത്തവന് മരണപ്പെട്ടാൽ ആ നാട് മുഴുവൻ സന്തോഷിക്കുമെന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് മരണപ്പെടുമ്പോൾ ഒന്നുകിൽ അവനെ സന്തോഷിക്കുന്നവനാകും, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവനാകും. എങ്ങനെയാണ് സന്തോഷിക്കുക? അവന് നല്ലവനാണെങ്കിൽ അവന് ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് അവന് സന്തോഷമാണ്. ഇനി ചില ആളുകളും സന്തോഷിക്കുകയില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. അവരാരെന്നറിയോ? ഈ നാട്ടിൽ ഗുണമില്ലാതെ കിടക്കുന്ന സാധനങ്ങളാണ്. ആ നാട്ടിലെ ജനങ്ങളെ മുഴുവനും സന്തോഷിക്കുന്നവന്റെ മരണത്തിൽ, ഈ നാട്ടിലെ ഈ കോഴികൾ പോലും, ഈ നാട്ടിലെ നായകൾ പോലും, ഈ നാട്ടിലെ ആട്ടിൻകുട്ടികൾ പോലും സന്തോഷിക്കുമെന്നാണ് നമ്മുടെ മരണത്തിൽ. ഈ നാട് പോലുവഴി ഈ നാടും ഈ നാട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുകളും സന്തോഷിക്കുമെന്നും മരിച്ചു കിട്ടിയല്ലോ എന്ന്
അപ്പോ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളവരാകണം. നമ്മൾ ജനങ്ങൾക്ക് ഉപകാരം അപ്പൊ മുഅ്മിനായ ഒരു മനുഷ്യനെ നമ്മളെ പരിചയപ്പെടുത്താൻ, ഒരു വ്യക്തി എന്ന എന്നെ പരിചയപ്പെടുത്താൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷം പരിശുദ്ധ വൃക്ഷത്തോടാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി എന്ന് പറയുന്ന ത്വയ്യിബത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ ത്വയ്യിബത്താകണം. നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ത്വയ്യിബത്താകണം. നമ്മുടെ നാടായാ പോരാ, മണ്ണായാ പോരാ, വൃക്ഷങ്ങളായാ പോരാ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ പരിശുദ്ധമാകണം. അതിന് പറയുന്നത് റീഹുൻ ത്വയ്യിബാ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയല്ലോ സൂറത്ത് യൂനുസിലൂടെ. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹരി ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബാ വഫരിഹൂ ബിഹാ. സഹോദരങ്ങളെ, കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹരി, കരയിലെ കടലിലും നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹ്. ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി, നിങ്ങൾ കപ്പലിലായി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ബിരീഹിന് ത്വയ്യിബാ, പരിശുദ്ധമായ കാറ്റ് വന്നിട്ട് കപ്പലിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാ. പരിശുദ്ധമായ കാറ്റ് വന്ന് കപ്പലിനെ കൊണ്ടുപോവുകയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞാൽ ഇളം തെന്നലാണ്. ആ ഇളം തെന്നൽ വന്ന് ആ കപ്പലിനെ കൊണ്ടുപോകുമ്പോ സഹോദരാ ഫരിഹൂ ബിഹാ, അതിനകത്തുള്ള ആളുകളൊക്കെ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? യാതൊരു അപകടവുമില്ലാതെ കപ്പൽ സുസജ്ജമായി മുന്നോട്ട് പോവുകയാ. അതിന്റെ ചാനലിലൂടെ, സമുദ്രത്തിന്റെ സാഗരത്തിന്റെ ചാനലിലൂടെ അതിങ്ങനെ മുന്നോട്ട് ഗമിക്കുമ്പോ സഹോദരങ്ങളെ, മനോഹരമായ യാത്ര ചെയ്യാൻ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് യാത്രക്കാരെയും എത്രയോ ടൺ ഭാരം വഹിച്ചുകൊണ്ട് കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടുടനെ അല്ലാഹു പറയുന്നത് അവര് സന്തോഷം അതിക്രമിച്ചു പോയി. അവരുടെ സന്തോഷം അതിര് വിട്ടുപോകുമ്പോ അവസാനം സംഭവിക്കുന്നത് എന്തെന്നറിയോ? അവസാനം സംഭവിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് വന്ന് കപ്പലിനെ തകർത്ത് കളയുകയാണ്. ഒരു കൊടുങ്കാറ്റ് വന്ന് കപ്പലിനെ തകർത്ത് കളയുകയാണ്. സഹോദരങ്ങളെ, അവിടെ കൊണ്ടുപോകുന്ന കാറ്റിനെ ഇളം തെന്നലിനെ പരിചയപ്പെടുത്തിയത് റീഹുൻ ത്വയ്യിബ എന്ന പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞുകൊണ്ടാ. നമ്മുടെ ചുറ്റും അടിച്ചു വീശുന്ന കാറ്റ് കൊടുങ്കാറ്റായാ പോരാ, അടിച്ചു വീശുന്ന കാറ്റ് ഓക്കിയായാ പോരാ. സഹോദരങ്ങളെ, ഒരിക്കലും കൊടുങ്കാറ്റായ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ തന്നെ താളം തെറ്റിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ കൊള്ളേണ്ട കാറ്റ് പരിശുദ്ധമായ കാറ്റാ. അന്തരീക്ഷം പോലും ത്വയ്യിബത്താകണമെന്നാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല മുസ്ലിമേ, നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്ന കാറ്റ് പോലും പരിശുദ്ധമാകണമെന്നാണ്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ സമീപനമാണ്, ഒരു മുസ്ലിമിന്റെ സമീപനമാണെങ്കിൽ കേട്ടോ. പരിശുദ്ധമായ കാറ്റടിച്ച് വീശുന്ന നാട്ടില്, പരിശുദ്ധമായ മണ്ണുള്ള നാട്ടില്, പരിശുദ്ധമായ വ്യക്തിത്വമുള്ള ഞാനും നിങ്ങൾ നല്ല ഒരു ഭവനമുണ്ടാക്കുമല്ലോ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വീടാണല്ലോ. ആ വീട് എങ്ങനത്തെ വീടാകണം? മസാകിനു ത്വയ്യിബാ, അതും പരിശുദ്ധമായ മസ്കനാകണമെന്ന അവിടെയും അല്ലാഹു പരിചയപ്പെടുത്തിയത് ത്വയ്യിബത്തായ മസ്കനം എന്നാണ്. സൂറത്തു തൗബയിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുന്നുണ്ട്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബാ ഫീ ജന്നാതി അദ്നിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തൗബയിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാ, എന്റെ മുന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളെ വൽ മുഅ്മിനാത്തിന്റെ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാകുന്ന മുഅ്മിനത്തുകളായ വിശ്വാസിനികളായ ഒരു സമൂഹത്തിന് അല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്, ജന്നാത്തിന തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തെ കളകളാരവം മുഴക്കുന്ന അരുവികളുള്ള തോട്ടങ്ങളല്ല നൽകുന്നതാണ്. ആ തോട്ടങ്ങൾ മാത്രമല്ല, സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് ചിന്തിക്കണ്ട. സ്വർഗമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തോട്ടമെന്നാണ്.
സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് കരുതണ്ട. നമ്മൾ കരുതുന്നത് എന്താണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ വെള്ള കൊട്ടാരം. അല്ലല്ല, സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടം, ജന്നത്ത്. അതുകൊണ്ടാണ് പള്ളി വെച്ചു കൊടുക്കുന്നവന് എന്താ പറഞ്ഞത്? ഒരു കുരുവിക്കൂടിന്റെ അളവ് ഒരാൾ ഒരു പള്ളി വെച്ചു കൊടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, തോട്ടത്തിൽ അല്ലാഹു ഒരു കെട്ടിടം പണിത് കൊടുക്കും. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ചില അമലുകൾ, ഈ വീട് നിർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതെ അല്ലാഹ് നീ എനിക്ക് സ്വർഗം താ, അല്ലാഹ് സ്വർഗം താ എന്ന് പറഞ്ഞാൽ വെറും തോട്ടം മാത്രം അല്ലാഹ് തന്നേക്കും. അപ്പൊ വീടുണ്ടാക്കാനുള്ള കാര്യം കൂടെ ചെയ്തിട്ട് പോണം. വീടുണ്ടായാൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കണമെന്നല്ലേ ദുനിയാവിൽ? ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഒരു റിപ്പോർട്ടിൽ, സുബ്ഹാനല്ലാഹ് അത് മറ്റൊരു റിപ്പോർട്ടിൽ. തസ്ബീഹ് ചൊല്ലിയാൽ അവന് നാളെ ആ സ്വർഗത്തിൽ അഥവാ തോട്ടത്തില് അവന് വൃക്ഷങ്ങളെ, സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് തോട്ടമുണ്ടെന്നേ അർത്ഥമുള്ളൂ സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും അല്ലാഹു വഅദ ചെയ്യുന്നു ജന്നാത്തിൻ, തോട്ടം. തോട്ടം തജ്രീ മിൻ തഹ്തിഹാ, തോട്ടത്തിന്റെ അടിവാരത്ത് കൂടി ഒഴുകുന്നു അൽ അൻഹാറു, നദികൾ. എന്നിട്ടോ അല്ലാഹ് തോട്ടവും അരുവിയും മാത്രമല്ല തരുന്നത്, ഖാലിദീന ഫീഹാ, ആ തോട്ടത്തിൽ അവരെ ശാശ്വതരാകും. മാത്രമല്ല വമസാകിന ത്വയ്യിബാ, പരിശുദ്ധമായ വീടും അവിടെ ആ തോട്ടത്തിൽ അല്ലാഹു പണി കഴിപ്പിക്കുന്നതാണ്. ഫി ജന്നാത്തി ആദിൻ, ഏദൻ തോട്ടത്തില് അല്ലാഹു തആല മനോഹരമായ ഒരു വീടും നിനക്ക് നിർമ്മിച്ചു തരും. അപ്പൊ മുഅ്മിനാകണം. മുഅ്മിനായ അല്ലാഹു തരുന്നത് മസാകിന ത്വയ്യിബ, പരിശുദ്ധമായ വീട്, പരിശുദ്ധമായ വീട്. എന്നാൽ ആ സ്വർഗത്തിന്റെ പരിശുദ്ധിയുള്ള ഭൂമിയിലെ ചില ഇടങ്ങളുണ്ട്, അതും ത്വയ്യിബത്തായ മസ്കനാണ്. അതേതാണ്? നമ്മുടെ പള്ളി അത് പരിശുദ്ധമല്ലേ? ആ പരിശുദ്ധമായ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വർഗത്തിന് സമാനമാണ്. സ്വർഗത്തിന് സമാനമാണ്. നമ്മുടെ മദ്രസകൾ അത് സ്വർഗത്തിന് സമാനമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ്? നിങ്ങൾ നടന്നു പോകുമ്പോ സഹാബത്തെ, ഇൽമിന്റെ സദസ് കണ്ടാൽ നിങ്ങൾ അതിനകത്ത് കയറി ഇരിക്കണം എന്ന് അത്ര വ്യക്തമാക്കി നബി തങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കാതെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ നടന്നു പോകുമ്പോ ചില തോട്ടങ്ങൾ, സ്വർഗത്തിന്റെ തോട്ടം കാണും, അവിടെ നിങ്ങൾ കയറി ഒന്ന് മേഞ്ഞിട്ട് പോകണം എന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ. അതേതാ? ഈ ഇൽമിന്റെ മജ്ലിസാൻ. ഇൽമിന്റെ മജ്ലിസാൻ, മദ്രസകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ തോപ്പ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇൽമു പഠിക്കാൻ വേണ്ടി, വഅള് കേൾക്കാൻ വേണ്ടി ഇറങ്ങി വീട്ടിൽ നിന്ന് വന്ന വഴിയിൽ പാതി വഴിയിൽ മരിച്ചുപോയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം സ്വർഗത്തിന്റെ വഴിയിലാണ് അവൻ പ്രവേശിച്ചത്, അവന് സ്വർഗം ഉറപ്പാണ്. മദ്രസയിൽ പഠിക്കാൻ പോകുമ്പോ മരണപ്പെട്ടാൽ, ദറസിൽ പഠിക്കാൻ പോകുമ്പോ മരണപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഇൽമിനെ തേടിയുള്ള വഴികളിൽ മരണപ്പെട്ടു പോകുന്നവന് സ്വർഗമുണ്ടെന്ന് പറയാൻ കാരണം അവൻ സ്വർഗത്തിലേക്കാണ് നടന്നുപോയത്. നമ്മുടെ മദ്രസകൾ സ്വർഗ സമാനമാണ്, നമ്മുടെ പള്ളികൾ സ്വർഗ സമാനമാണ്, നമ്മുടെ വീടുകൾ സ്വർഗ സമാനമാണ്. നമ്മുടെ വീടുകൾ സ്വർഗ സമാനമാണ് അല്ലേ? നമ്മുടെ വീടുകൾ സ്വർഗ സമാനമാണ്, ഒരു സംശയവും വേണ്ട. എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്? യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, നിങ്ങൾ സ്വർഗത്തെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കൂടി മസ്കനാക്കിക്കോ. മസ്കൻ എന്ന് പറഞ്ഞാൽ വീട്. അപ്പൊ സ്വർഗത്തെ നിങ്ങൾ മസ്കനാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വീട് സ്വർഗമാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ സന്തോഷത്തോടു കൂടി ഒരു വീട്ടിൽ കഴിയുന്നു. നമ്മുടെ ഈ കുറക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു വാപ്പ, ഒരു ഉമ്മ, അവരുടെ കുഞ്ഞു മക്കള്, അല്ലെങ്കിൽ വാപ്പ, ഉമ്മ,
മരുമകൾ, മകൻ, അവരുടെ ഫാമിലി, അല്ലെങ്കിൽ മകൾ, മരുമകൻ, അവരുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ദീനനുസരിച്ച് ജീവിക്കുന്നവരായാൽ ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ മരണപ്പെടുമ്പോ ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ, ഈ പറഞ്ഞ അദിൻ, ജന്നാത്തു അദിനിൻ, ഈ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, എവിടെ? ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്? വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ, ഏദൻ തോട്ടത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധ ഭവനം തരുമെന്ന് പറഞ്ഞു. ആ ഭവനത്തിൽ പോകാൻ കാരണം ജന്നാത്തു അദിനി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, വിശുദ്ധ ഖുർആൻ. അവന്റെ കുടുംബം, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, മക്കള്, മാതാപിതാക്കൾ എല്ലാവരോടൊപ്പം സുഖമായിട്ട് അവര് സ്വർഗത്തിൽ താമസിക്കുമെന്നാണ്. അപ്പൊ അവിടെ പോകണമെങ്കിൽ ഇവിടെ നമ്മുടെ വീട് സ്വർഗമാകണം, നമ്മുടെ വീട് സ്വർഗമാകണം. അതിന് നമ്മുടെ വീട് ത്വയ്യിബത്താകണം, നമ്മുടെ ഭവനം ത്വയ്യിബത്താകണം. എന്റെ പ്രിയപ്പെട്ടവരെ, നാട് ത്വയ്യിബത്തായ പോരാ, നമ്മുടെ നാട് ത്വയ്യിബത്തായ പോരാ, നമ്മുടെ മണ്ണ് ത്വയ്യിബത്തായ പോരാ, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന വൃക്ഷം ത്വയ്യിബത്തായ പോരാ, ആ വൃക്ഷത്തിലെ തഴുകി തലോടി പോകുന്ന ഇളം തെന്നലാകുന്ന ആ കാറ്റുകൾ പരിശുദ്ധമായ പോരാ, നമ്മുടെ വീട് പരിശുദ്ധമാകണ്ടേ. പരിശുദ്ധമായ ഭവനമായാൽ നാളെ അള്ളാന്റെ സ്വർഗലോകത്ത് ആ കുടുംബാദികളോടൊപ്പം നാളെ കിടക്കാൻ പറ്റുമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ വീടായി, ഒരു നാടായി, നാട്ടിലെ മണ്ണായി, ഒരു മനോഹരമായ വീടായി, വീടിന്റെ മുറ്റത്ത് മരങ്ങളായി, എല്ലാമായി. ഇനിയൊരു കല്യാണം കഴിക്കണ്ടേ? ഇനിയൊരു കല്യാണം കഴിക്കണ്ടേ? ഇനിയൊരു വിവാഹം കഴിക്കണം. അതിനെന്താ വേണ്ടത്? കഴിക്കാൻ പോകുന്ന പെണ്ണും ത്വയ്യിബത്താകണം. കഴിക്കാൻ പോകുന്ന പെണ്ണും, ഇതെത്രയും ഖുർആനാണ് ഈ പറയുന്നത്. കഴിക്കുന്ന ഫുഡ് ഹലാൽ ഫുഡ് മാത്രമല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെണ്ണ് അതാകണം, ത്വയ്യിബത്താകണം. അതാണ് അല്ലാഹ് സൂറത്തുൻ നിസായിലൂടെ പറഞ്ഞത്, ഫംഗിഹു മാ ത്വാബ ലക്കും മിനൻ നിസാ മസ്നാ വസുലാസ വറുബാ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദാ. അല്ലാഹ് പറയുകയാണ്, ഫംഗിഹു, നിങ്ങൾ നിക്കാഹ് കഴിക്കുക, മാ ത്വാബ ലക്കും, നിങ്ങൾക്ക് പരിശുദ്ധമായതിനെ. ത്വാബ എന്ന് പറഞ്ഞാൽ ത്വയ്യിബത്തായതിനെ, ത്വാബ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായതിനെ. സ്ത്രീകളിൽ നിന്ന് പരിശുദ്ധവതികളെ കല്യാണം കഴിക്കണം. ഗൗരവത്തോടെ കേൾക്കണേ, ഒരല്പം ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പാർലമെന്റിൽ ഒരു തീരുമാനം വന്നോ ഇല്ലെന്ന് അറിയില്ല. വന്നാ എന്ത് പറഞ്ഞേ? 2 ദിവസം, 2 വർഷം, 2 വർഷം കഴിഞ്ഞ് ആസൂത്രണം ചെയ്യും. 2 വർഷം കഴിഞ്ഞിട്ട് ആ നിയമം പ്രാബല്യത്തിൽ വരൂ എന്ന് പറയുന്നു. രക്ഷപ്പെട്ടു. എന്താ കാര്യം എന്നറിയോ? പ്രസിഡന്റ് ഒപ്പിടണമെങ്കിൽ 2 വർഷം കഴിയണം. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സമുദായം എത്ര വേദനിച്ചെന്നറിയോ? ഈ സമുദായത്തിന് 18 വയസ്സുള്ളപ്പോ കെട്ടിച്ചു വിട്ട് ബാധ്യത ഒഴിക്കണമെന്നുള്ളത് കൊണ്ടല്ല. 18 വയസ്സായി ഒരു പെണ്ണിന്റെ പ്രായത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 17 to 18. അതാണ് എഴുത്തുകാരും ചിന്തകരും മുഴുവനും പറയുന്നത്. മധുര 21 എന്ന് പറയില്ല, പറയുന്നത് എന്താ? മധുര 17 എന്ന് പറഞ്ഞ എന്താണ്? ആ പ്രായമാണ് നല്ല പ്രായം. പക്വതയില്ലെന്ന് ആര് പറഞ്ഞു? പക്വതയില്ലെന്ന് ആരാ പറഞ്ഞത്? ഇന്നത്തെ പെൺകുട്ടികൾക്ക് പക്വത വരുന്നത് 17ാമത്തെ വയസ്സിൽ. അവർക്ക് പക്വത വരില്ലേ? ആ പക്വത വരുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ട വാപ്പ കഷ്ടപ്പെട്ട് തന്റെ പൊന്നുമോളെ നിക്കാഹ് കഴിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ വന്ന് അതിനു വേണ്ടി പണിയെടുത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എത്ര മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഒന്ന് നിക്കാഹ് കഴിച്ചെങ്കിലും വെക്കണം ഉസ്താദേ. അവർ തമ്മിൽ ഫോൺ വിളിയുണ്ട്, അവര് ഇടയ്ക്കൊക്കെ സ്കൂളിലും കോളേജിലും പോയി കാണുന്നുണ്ട്. അള്ളാഹു അറിയുന്ന രീതിയിൽ നമുക്കൂടെ അതിന് കാരണക്കാരായ നമുക്കൂടെ ശിക്ഷ കിട്ടൂലേ? അതുകൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചങ്ങ് വെക്കാം, കല്യാണം പിന്നെ നടത്താം എന്ന് പറഞ്ഞിട്ട് എത്ര മാതാപിതാക്കൾ നിക്കാഹ് കഴിപ്പിച്ചു വെക്കുന്നു. പെണ്ണുങ്ങൾ മോശക്കാരി ആയതുകൊണ്ടല്ല, മറിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് അവളുടെ സുഖവിവരങ്ങൾ ചോദിക്കുന്ന പ്രതിശ്രുത വരൻ അവളെ വിളിക്കൽ നിഷിദ്ധമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിക്കാഹ് കഴിപ്പിച്ചു വെക്കുന്നു പല വീടുകളിലും.
ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 21 വയസ്സ് വേണോന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇവിടെ ഒരാൾ പ്രായപൂർത്തിയാകുന്ന പ്രായം 18ആണ്. വോട്ടർ പട്ടികയിൽ നമുക്ക് പേര് വരികയും വോട്ടവകാശം വരികയും ചെയ്തത് 18ാമത്തെ വയസ്സാണ്, അല്ലേ? 21 അല്ലല്ലോ, 18 വയസ്സായ ഒരു, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 21 വയസ്സ് വേണം വിവാഹത്തിന് എന്ന് പറയുന്നതിലുള്ള അതിന്റെ പിന്നിലുള്ള ഒരു അപ്രായോഗികത അതാണ് ഈ പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? 18 വയസ്സായ ഒരു പെണ്ണ്, കൊറക്കോടുള്ള ഒരു പെണ്ണ്, 18 വയസ്സായ കൊറക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ, രണ്ടുപേരും ഇവിടെ ഈ വഴിയരികിൽ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊത്ത് എന്ത് ചെയ്താലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ കൊണ്ടൊന്ന് കേസ് കൊടുത്തെന്നിരിക്കട്ടെ, വാപ്പ കണ്ടിട്ട് കേസ് കൊടുത്തെന്നിരിക്കട്ടെ, കോടതിയിൽ വിളിപ്പിച്ചിട്ട് പെണ്ണിനോട് ചോദിക്കും, എന്തായി ചെയ്തത്? നിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ? അതെ, എന്റെ ഇഷ്ടപ്രകാരമാണ്. ശരി, പൊക്കോളൂ, ഇന്ത്യയുടെ നിയമം അതാ, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ആ വാപ്പ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. ഇനി ഈ വാപ്പ 18 വയസ്സായ മകൾക്ക് ഒരു വിവാഹാലോചന ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ആരിൽ നിന്നൊക്കെയോ കടം വാങ്ങി 10 പവൻ ഉണ്ടാക്കിയിട്ട് ഈ മകളെ ഈ കുറക്കോട് പള്ളിക്കകത്ത് വെച്ച് കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പാവപ്പെട്ട ഉപ്പ ആ പൊന്നുമോളെ തനിക്ക് വേണ്ടി കണ്ടെത്തിയ പുതിയാപ്പയുടെ കൈ പിടിച്ചേൽപ്പിച്ചിട്ട് പൊന്നുപോലെ നോക്കണേ, പൊന്നുപോലെ നോക്കണേ, ഉസബ്ബിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിനക്ക് പറ്റില്ല എന്ന് കണ്ടാൽ ഈ കൊടുത്ത ചോറൊക്കെ ഞാൻ സഹിച്ചോളാം, നീ അടിച്ചു പൊട്ടിക്കാതെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പെണ്ണിന്റെ വാപ്പ പെണ്ണിനെ ഒരു പുതിയാപ്പയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് 18ാമത്തെ വയസ്സിലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ വാപ്പാകത്ത് പോകും. ഇതേ പെണ്ണ് വേറൊരു പുരുഷനുമായിട്ട് എവിടെയെങ്കിലും സല്ലപിക്കുന്നത് കണ്ടാൽ വാപ്പ പരാതി കൊടുത്താലും വാപ്പാക്കെതിരെ വല്ല പെണ്ണിനെതിരെ കേസ് ഉണ്ടാവൂല. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം എന്തുമാവുന്ന കാലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ എന്ത് യുക്തിയാണ്? അനുവദനീയമായ മാർഗത്തിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള സൗകര്യം നിഷേധിക്കപ്പെടുന്നു. അതേപോലെ ആ പെണ്ണിന് 18 വയസ്സായി കഴിഞ്ഞാൽ ആരുമായിട്ടും എന്തുമാകാൻ കഴിയുന്നു എന്നൊരവസ്ഥ എത്തപ്പെടുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന് നിയമമുണ്ടായാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ വിഷയത്തിനെതിരെ, അല്ലാതെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം 21 വയസ്സ് വരെ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തടസ്സമുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കെതിരെ ബാധ്യതയാണെന്നോ ഉള്ളതിന്റെ പേരിലല്ല, മറിച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ അനുവദനീയമായ മാർഗത്തിൽ അവളെ ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ ഒരു കടമ പൂർത്തീകരിച്ച് ആ പ്രിയപ്പെട്ട മകൾ നല്ലൊരു ജീവിതം കാണാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ്. അപ്പൊ നമ്മൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന പെണ്ണാരാകണം? ത്വയ്യിബത്താകണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ത്വയ്യിബത്തായ നിലയിലുള്ള പെണ്ണുങ്ങളെ നീ വിവാഹം കഴിക്കണം. എങ്ങനെ? മസ്ന 2 എണ്ണം വേണോ? സുലാസ് 3 എണ്ണം വേണോ? റുബാ 4 എണ്ണം വേണോ? കെട്ടിക്കോ. നിങ്ങൾ ചെരുപ്പൊന്നും ഊരണ്ട പെണ്ണുങ്ങൾ ബാക്കി കൂടെ പറഞ്ഞോട്ടെ. 2 എണ്ണോ 3 എണ്ണോ 4 എണ്ണോ നിങ്ങൾക്ക് കെട്ടാം എന്ന് പറഞ്ഞാൽ നടന്ന് പെണ്ണ് കെട്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. ആ കാലഘട്ടത്തിൽ 10ഉം 200ഉം 400ഉം പെണ്ണിനെ കെട്ടുന്നവരോട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ അത്രയും കെട്ടരുത്, 1 കെട്ട്, വേണമെങ്കിൽ 2 എണ്ണം ആയിക്കോ, ഇനി അപ്പുറത്ത് വേണമെങ്കിൽ 3 എണ്ണം ആയിക്കോ, ഇനി അങ്ങേ അറ്റം വേണമെങ്കിൽ 4 എണ്ണം ആയിക്കോ, 5ാമതൊരു പെണ്ണിനെ നീ കെട്ടരുത്. ഈ 2, 3, 4 എന്ന് പറഞ്ഞത് നീതിയോടെ നിനക്ക് അവരെ നോക്കാൻ പറ്റുമെങ്കിലാണ്, ഇല്ലെങ്കിൽ ഫവാഹിദ, ഒരു പെണ്ണിൽ നീ സംതൃപ്തനാകണമെന്ന് ഖുർആൻ. എവിടെയാണ് ഇതിന്റെ അർത്ഥം? എവിടെയാണ് ഇതിൽ മോശമുള്ളത്? ഇസ്ലാം പറഞ്ഞത് 4 ഘട്ട. ഇന്നിപ്പോ ആളുകൾ പറയാ 4 ഘട്ട അനുവാദം കൊടുക്കുന്നു, 4 ഘട്ട അനുവാദം കൊടുക്കുന്നു. എടാ, ഒരു പെണ്ണ് കെട്ടുന്നതിലും അള്ളാഹു നിയമം വെച്ചു. എന്താ നിയമം എന്നറിയോ? ആഗ്രഹമുണ്ടോ പെണ്ണ് കെട്ടണോന്ന്? നിനക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം പോരാ, ആരോഗ്യമുണ്ടോ? ഉണ്ട്, ആരോഗ്യമുണ്ട്. അത് മാത്രം പോരാ, കയ്യിൽ പൈസ ഉണ്ടാ മഹർ കൊടുക്കാൻ? ഉണ്ട്. എന്നാ നീ പോയി പെണ്ണ് കെട്ട്. അള്ളാഹുവേ, എനിക്ക് ആരോഗ്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ മഹർ കൊടുക്കാവുന്നില്ല എന്ന് നീ അധ്വാനിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടിയാ മതി. ഇനി പൈസയൊക്കെ ഉണ്ട്, ആഗ്രഹമില്ല, പിന്നെ എന്തിനാ നീ പെണ്ണ് കെട്ടുന്നത്? ഇനി ആഗ്രഹമുണ്ട്, പൈസയുണ്ട്,
പക്ഷേ ആഗ്രഹവും പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട്, ആരോഗ്യമില്ല, എന്നാലും നീ പെണ്ണ് കെട്ടരുത്. എന്ത് വേണം? നിനക്ക് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ഷർതൊക്കാതെ വന്നാൽ നീ മര്യാദയ്ക്ക് ആ പള്ളിക്കകത്ത് കയറി നോമ്പും പിടിച്ചിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഫഅലൈഹി ബിസ്സൗം. നീ നോമ്പ് പിടിച്ചുകൊണ്ട് നീ വീട്ടിനകത്ത് അടങ്ങി കഴിയണം. അത് നിനക്ക് നിന്റെ വികാരത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുന്ന ഒരു പ്രക്രിയയാണ്. നോമ്പ് പിടിച്ച് നീ ഇബാദത്തെടുത്ത് നീ നിന്റെ വികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. ആരോഗ്യമില്ലെങ്കിലും കൊടുക്കാം മഹർ നിന്റെ കയ്യിലില്ലെങ്കിലും. ഇത് പറയുന്ന മുസ്ലിമീങ്ങളോട് ഇസ്ലാമിനോട് പറയാണ്, നടന്ന് പെണ്ണ് കെട്ടാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു എന്നല്ല. 100ഉം 200ഉം കെട്ടി സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു അരുത്, അങ്ങ് അറ്റം പോയ 4. ഈ 4 പറയുന്നത് തന്നെ നിനക്ക് നീതിയോടുകൂടി, നീതി എന്ന് പറഞ്ഞാലേ നിസ്സാര കാര്യമല്ല. ഒളിച്ചു പോയി പെണ്ണ് കെട്ടുന്നവരെ സൂക്ഷിക്കണം. അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പെണ്ണ് വേറെ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണ് കെട്ടിയാൽ സൂക്ഷിക്കണം. രാത്രി ഓഹരിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ തുല്യത കാണിക്കണം. രാത്രി ഓഹരിച്ചു കൊടുക്കുന്നതിൽ, കഴിക്കുന്ന ഫുഡിൽ ഒരു പെണ്ണിന്റെ വീട്ടിൽ വേളയും മറ്റൊരുത്തിന്റെ വീട്ടിൽ വാളയും വാങ്ങിക്കൊടുത്താലും നീ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഒരു സംശയമില്ല. ഒരുത്തിയുടെ വീട്ടിൽ ചൂരയും മറ്റൊരുത്തിയുടെ വീട്ടിൽ പാരയും വാങ്ങിക്കൊടുത്താലും നിനക്ക് പ്രശ്നമാണ്. നീ നീതിയോടുകൂടി നീ വർത്തിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിലും കിടക്കുന്ന കിടക്കയിലും നീ അവൾക്ക് കൊടുക്കുന്ന മറ്റുള്ള സൗകര്യങ്ങളിലൊക്കെ നീതി പുലർത്താൻ നിനക്ക് കഴിയോ? എന്നാൽ മാത്രമേ നീ ഒന്നിനപ്പുറത്തിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫവാഹിദ, ഒരെണ്ണത്തിൽ നീ ഉറപ്പിക്കണം, നീ അത് അവസാനിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ നമ്മുടെ വിഷയം അതല്ല. എങ്ങനെയുള്ള പെണ്ണാകണം? ഫംഗിഹൂ മാ താബലകും മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ത്വയ്യിബത്തായതിനെ നീ കല്യാണം കഴിക്കണമെന്ന വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ വീട്ടിനകത്തൊരു ഭാര്യ വന്നു, ആ ഭാര്യയും ത്വയ്യിബത്തായി. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? ആ ഭാര്യയോടൊപ്പം തന്റെ ജീവിതത്തില് അള്ളാഹു 1 കൊല്ലം കഴിയുമ്പോ 9 മാസം 10 ദിവസം കഴിയുമ്പോ നിനക്ക് തരുന്നത് പൊന്നുമക്കളാണ്. ആ മക്കളും ത്വയ്യിബത്താകണമെന്ന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ പഠിപ്പിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. എന്തിനാ ദുആ ചെയ്തതെന്നറിയോ സഹോദരങ്ങളെ? ഒരു സന്താനത്തിന് വേണ്ടി സക്കരിയ നബി ദുആ രക്കുകയാണ്. ഖാല റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, ത്വയ്യിബത്തായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാ. അവിടെയും ത്വയ്യിബത്തിനെയാണ് പറഞ്ഞത്. വീട് ത്വയ്യിബത്തായാ പോരാ, നാട് ത്വയ്യിബത്തായാ പോരാ, മണ്ണ് ത്വയ്യിബത്തായാ പോരാ, വൃക്ഷങ്ങൾ ത്വയ്യിബത്തായാ പോരാ, വ്യക്തിത്വം ത്വയ്യിബായാ പോരാ, കഴിക്കുന്ന ആ ഭാര്യ ത്വയ്യിബത്തായാ പോരാ, സന്താനങ്ങളും അങ്ങനെ ആകണം. അതുകൊണ്ടാണ് ദുആ ചെയ്തത്. റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, ത്വയ്യിബത്തായ ഒരു ദുർരിയത്തിനെ എനിക്ക് തരണേ അല്ലാ. ഇന്ന് മക്കള് പിഴച്ചു പോകുമ്പോൾ ദ്വാരക്കുന്നു അല്ലേ? എപ്പോഴാ ദ്വാരക്കേണ്ടത്? ദുആ ചെയ്യേണ്ടത് മക്കള് പിഴച്ചു പോകുമ്പോ ആ മക്കളെ കൈ പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുമ്പിൽ എത്തിയിട്ട് പറയുന്നു, ഉസ്താദേ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ദ്വാരെന്ന് നന്നാക്കിത്താ, നിങ്ങളൊരു നൂലെങ്കിലും ഓതി കൊടുത്തിട്ടൊന്ന് നന്നാക്കിത്ത. ഇത് പറയേണ്ടത് മക്കള് കഞ്ചാവ് വെച്ച് നടക്കുന്ന പ്രായത്തിലല്ല. അടക്കയാണെങ്കിൽ നമ്മുടെ ഈ അരയിൽ വെക്കാം, പക്ഷെ അടക്ക മരമായ പിന്നെ വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലും മക്കള് പിഴച്ചിട്ടല്ല ദ്വാരക്കേണ്ടത്. സക്കരിയ നബി ദ്വാരന്നത് എപ്പോഴാണ്? ഹന്ന ബീവി മറിയം ബീവിക്ക് വേണ്ടി ദ്വാരന്നത് എപ്പോഴാണ്? സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന പ്രവാചകന് വേണ്ടി ദ്വാരന്നത് എപ്പോഴാണ്? സക്കരിയ നബി തനിക്ക് വരാൻ പോകുന്ന പുത്രനെ പറ്റി ദ്വാരന്നത് ഭാര്യ ഗർഭിണിയായപ്പോഴല്ല, സഹോദരങ്ങളെ, പ്രസവിച്ചതിന് ശേഷമല്ല, മക്കൾ വളർന്നുമ്പോഴല്ല, വളർച്ച മുരടിക്കുമ്പോഴല്ല, മതപരമായി പിന്നോക്കം നിൽക്കുമ്പോഴല്ല. എപ്പോഴാണ്? വിവാഹ പ്രായമെത്തുമ്പോ, വിവാഹം കഴിക്കുമ്പോ, ആ സമയത്ത് നീ ദുആരക്കണ. റബ്ബി ഹബിലി ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹുവേ, ത്വയ്യിബത്തായ സന്താനങ്ങളെ തരണേ അല്ലാ.
എന്നാ നീയോ ദ്വാരക്കുന്നില്ല. നിനക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴെങ്കിലും ഒരു ആമീൻ പറ. അതാണ് നിക്കാഹിന്റെ സദസ്സുകളുടെ നോക്ക്. നിക്കാഹിന്റെ സദസ്സിൽ നോക്ക്, പുതിയാപ്പിളയെ കൊണ്ടിരുത്തിയിട്ട് എല്ലാം കഴിഞ്ഞ് കബുൽത്തും അതുപോലെ തന്നെ കബൂലും ഈജാബും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മകളെ പിന്നെ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സല്ലല്ലാഹു തആല വസല്ലം എല്ലാം പറഞ്ഞിട്ട് ഫാത്തിഹ ഫാത്തിഹ അടിച്ചിട്ട് ഫാത്തിഹയും ഖിലാസും മുഅവ്വദത്തൈനിയും ഒക്കെ ഓതിയിട്ട് ഖതീബ് ദുആരക്കും. നമ്മൾ കരുതുന്നത് എന്താ? ഇത് മഹല്ലിന്റെ സംവിധാനത്തിന്റെ ഒരു മാമൂലാണത്രേ. ദുആ ചെയ്യാതെ ഇമാമ് സദസ്സിന് എഴുതി വന്നു നോക്കട്ടെ. ആ പള്ളിയിൽ അടുത്ത ഇമാമ് സുബഹിക്ക് വേറെ ഇമാമ് വരും. നിക്കാഹിന്റെ വേദിയിൽ നിന്ന് ഇമാമ് ദുആരക്കാതെ ഇറങ്ങി വന്നു നോക്കട്ടെ, എന്താ സംഭവിക്കുക? ആ പള്ളിയിൽ വേറെ ഇമാമാകും. നീ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിന്റെ പള്ളിയായിരിക്കണം. ഈ അടുത്ത സമയത്ത് പറഞ്ഞ ഒരു നിക്കാഹിന് വിളിച്ചിരുന്ന സഹോദരൻ, ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവൂല. അവൻ പറഞ്ഞു ഒന്ന് വന്നെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവുമെങ്കിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇല്ലാത്ത തന്നെ നന്നായി, ആകെ പ്രശ്നമായി. ഞാൻ എന്തു പറ്റി? അവര് ദുആ ചെയ്യാത്ത കൂട്ടരാ. അവര് ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരറ്റ പോക്ക്, ഒരറ്റ ഓട്ടം. അവര് പുതിയാപ്പിളക്ക് പിന്നെ ഈ ദുആ എന്നാൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്? എടാ നീയോ ദുആരക്കുന്നില്ല, റബ്ബി ഹബിലി ദുർരിയത്തൻ ത്വയ്യിബ, നീ ദുആരക്കുന്നില്ല. എന്നാൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇമാം ദുആരക്കുന്നത്? അല്ലാഹുവേ അല്ലാഹുമ്മ ഖ്രിജ് ലഹുമാ ദുർരിയത്തൻ ത്വയ്യിബതൻ തൻഫഉ ലഹുമാ ഫിദ് ദുനിയ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളെ നീ കൊടുക്കണേ ഈ രണ്ട് ദമ്പതികൾക്ക് എന്ന് പറഞ്ഞ് ദുആരക്കുമ്പോ ഏവ ഇങ്ങനെ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല വായി നോക്കി ഇങ്ങനെ ഇരിക്കായിട്ട് പിന്നെ ഷൂവും കോട്ടൊക്കെ ഇട്ടിട്ട് ഏവ ഇരുന്ന് ഒന്ന് ആമീൻ ആത്മാർത്ഥ നീയോ ചെയ്യുന്നില്ല, നിനക്ക് വേണ്ടി ചെയ്യുമെങ്കിൽ ഒരു ആമീനെങ്കിലും പറഞ്ഞൂടെ? ഇത് ഇങ്ങനെയാണ് ദുആരക്കുന്നതെന്ന് അറിയണ്ടേ? എനിക്ക് എന്റെ ഭാര്യയും ഞാൻ ഭാര്യയെ സ്വീകരിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൽ എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ രാത്രികളിൽ ഞങ്ങൾക്ക് റബ്ബ് തരാൻ പോകുന്ന കുഞ്ഞ് സന്തോഷമുള്ള അനുഗ്രഹീതനായ കുഞ്ഞാകാൻ വേണ്ടിയിട്ടാണ് ഈ മൊയ്ലിയാരെ ദുആരക്കുന്നത് എന്ന സാമാന്യ ബോധമെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടേ? അതുകൊണ്ട് പള്ളികളിൽ കൃത്യമായി കല്യാണത്തിന് മുമ്പ് അവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പള്ളികൾ വെറും ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും മാത്രമാക്കിയ പോരാ. പള്ളികൾ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ കുറക്കോട് എന്ന് പറയുന്ന ഈ മുള്ളിക്കാടുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദു പട്ടിണി കിടന്നാൽ, ഒരു ക്രിസ്ത്യാനി പട്ടിണി കിടന്നാൽ, ഒരു മുസ്ലിം പട്ടിണി കിടന്നാൽ അവർക്ക് നാളെ എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാമെന്നതിനെ പറ്റി ആലോചിക്കേണ്ട ഇസ്ലാമിന്റെ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ കാണുന്ന പള്ളി. ആ പള്ളിക്കകത്ത് വെച്ച് ഇവിടത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മദീന പള്ളിയിൽ ഹബീബായ നബി തങ്ങൾ പിരിവെടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഒരു പള്ളി എന്ന് പറയുന്നത് കേവലം നമസ്കാരത്തിനും ബാങ്കിനും മാത്രമല്ല. പള്ളികൾ ഒരു നാടിന് ആവശ്യമായ എല്ലാം ഉണ്ടാവണം. അള്ളാഹുവെ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോ ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങണമെന്ന് വിചാരിച്ച പള്ളി തുറന്നു കിടക്കും. കക്കൂസൊക്കെ ഗോദ്രജിന്റെ പൂട്ടിട്ടുണ്ടാവും. അതാണ് ഒരാള് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി ആ പള്ളി കയറുന്നത്. ഒന്ന് മൂത്രമൊഴിക്കണം, പള്ളിയിലല്ല ബാത്റൂമില് മൂത്രമൊഴിക്കണം, എന്നിട്ട് ഒന്ന് ഒളു ചെയ്യണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. അതൊക്കെ നമ്മുടെ പള്ളികളിലെ സൗകര്യം. അതിന് ഒരാളെ നിയമിക്കണം. അള്ളാഹ്ക്ക് പൈസ എന്തിനാണ്? പള്ളിയുടെ പൈസ അള്ളാഹ്ക്ക് എന്തിനാണ് എന്ന് പറയുന്നത് എന്താ? കമ്മിറ്റിക്കാർ പറയുന്നത് പൈസ വലുതായിട്ടൊന്നും പൈസ ഇല്ല. എന്തിനാ പൈസ? അള്ളാഹ്ക്ക് ലാഭം പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അള്ളാഹ്ക്ക് നീക്കിയിരിപ്പ് എന്തിനാണ്? ഈ പൈസ പൊതുജനങ്ങൾ കൊടുക്കുന്നത് പള്ളിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. നല്ല ഇമാമിനെ വെക്കണം, നല്ല മുഅദ്ദിനെ വെക്കണം, പള്ളി പരിപാലിക്കാൻ നല്ല അതിന്റെ പിന്നെ ശുചീകരണത്തിന് നല്ലൊരാളിനെ വെക്കണം. പരിശുദ്ധ ഹറമിൽ കണ്ടില്ലേ സഹോദരങ്ങളെ, സൗദി അറേബ്യയുടെ അതിന്റെ 90% റവന്യൂവും ഇരു ഹറമുകളുടെ ആ നവീകരണത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ കയറിയാൽ മത്താഫ് വരെ നാവ് കൊണ്ടൊന്ന് നക്കി പോകാൻ വേണ്ടി തോന്നും നമുക്ക്. അത്രയും നല്ല ക്ലീനായി കിടക്കാൻ. എത്ര മനോഹരമാണ് അവരുടെ ക്ലീനിങ് തന്നെ. ആ ക്ലീനിങ് തൊഴിലാളികളെ ഒന്ന് തൊടുന്ന തന്നെ എത്ര പുണ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പള്ളികൾ അങ്ങനെ ആക്കണം. ഇത് പള്ളിയിൽ ഒരു സൈഡിൽ പല്ലിത്തീട്ടം കിടക്കുന്ന, ഇവിടെ പിന്നെ കാട്ടിച്ചു വെച്ചിരിക്കുന്ന എന്തൊരു വൃത്തികേടാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പള്ളികളുടെ ലുക്ക് തന്നെ മാറണം.
പള്ളിയിൽ നമ്മൾ കൃത്യമായി പള്ളിയിൽ ആ പള്ളി നമ്മുടെ നാടിന്റെ തന്നെ എല്ലാ കേന്ദ്രവും ആ പള്ളിയാകണം. ഒരു നാട്ടിലൊരു വിഷയമുണ്ടായ പള്ളിയിലാണ് പരിഹരിക്കേണ്ടത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ഈ പണ്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പണ്ടുള്ള ആളുകൾക്കറിയാം പരിഹാരം പള്ളിയിലാണെന്ന്. അവരുടെ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം, കടകളിലെ തർക്കങ്ങളുടെ പരിഹാരം പള്ളിയിലായിരുന്നു. ഇന്ന് പള്ളിയിലെ വിഷയത്തിന്റെ പരിഹാരം കടകളിലാ നടക്കുന്നത്. പള്ളിയിലെ ഇമാമിനെ പിരിച്ചു വിടുന്നതിന്റെ ചർച്ച നടക്കുന്ന ചായക്കടയിലാണ്. പണ്ടെങ്ങനായിരുന്നു? പള്ളികളുടെ പുറത്ത് നടക്കുന്ന മുഴുവൻ ചർച്ചകളുടെയും പരിഹാരം പള്ളിയിലാണ്. അതുകൊണ്ടാ പറയുന്നത് പണ്ട് പള്ളിയിൽ പോയി പറയണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ പള്ളികൾ അങ്ങനെയാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹീതമാകണം. അതിന് ദുആ ചെയ്യേണ്ടത് നിക്കാഹിന്റെ വേദിയിൽ വെച്ചാകണം ദ്വാരക്കേണ്ടത്. കല്യാണം കഴിക്കുന്ന സമയത്തും അതിനു മുമ്പുമാണ് റബ്ബേ എനിക്ക് തൊയ്യിബത്തായ മക്കളെ തരണേ എന്ന് പറയേണ്ടത്. അല്ലാതെ LKG കൊണ്ടുവന്നാക്കിയിട്ട് ടീച്ചറൊക്കെ മുഖത്തടിച്ചിട്ട് വരുന്ന മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പടച്ചോനെ ഇനി എത്ര ഏലസ് കിട്ടി കൊടുത്താലും ഈ മിന്നലേറ്റ അടിച്ചു പോകുന്നല്ലാതെ ഒരു രക്ഷയില്ല. ഒരിക്കലും ആ മക്കൾ നന്നാവൂല. നന്നാകേണ്ടത് തുടക്കത്തിലാണ്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ദ്വാരക്കണം. അതാണ് സക്കരിയ നബി ദ്വാരന്നത്. നിന്റെ സന്താനം എങ്ങനെയാകണം? ഖാല റബ്ബി ഹബ്ലി മില്ലദുങ്ക ദുരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നീ ദുആ കേൾക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഉത്തരം നൽകണേ തമ്പുരാനേ.